മലപ്പുറത്ത് ചെമ്മാട് വ്യാപാര സ്ഥാപനത്തിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചെമ്മാട് ഉണ്ടായ വ്യാപാര സ്ഥാപനത്തിലെ തീപിടുത്തം, തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് അറിയില്ല. മുബഷീർ വിവരങ്ങളുമായി. മുബഷീർ, ചെമ്മാട് വ്യാപാര സ്ഥാപനത്തിൽ തീപിടിച്ചിരിക്കുന്നു. വലിയ തീപിടുത്തം തന്നെയാണ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എങ്ങനെ സംഭവിച്ചു, എന്താണ് അറിയാനാകുന്നത്? ആർക്കും അപകടം പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ചെമ്മാട് പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടാകുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഭാഗികമായി തന്നെ ഈ ഒരു കെട്ടിടം കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ നിന്നും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ആളപായം ഒന്നും തന്നെയില്ല. അതിൻ്റെ താഴ്ഭാഗത്തൊരു ചിക്കൻ കടയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഈ ഒരു കെട്ടിടത്തിലുണ്ടായിരുന്നു. എന്തായാലും പൂർണ്ണമായും ആ ഭാഗങ്ങളൊക്കെ തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്? ഇവിടെ എന്തൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത്? ചിക്കൻ കടയുണ്ട്, തല്ലാജുണ്ട്, പിന്നെ ഇത് അരിക്കടയാണ്. ഒരുപാട് കടകളുണ്ട്. എപ്പോഴാണ് സംഭവം? ഇപ്പോൾ കുറച്ച് നേരം, ഒരു അരമണിക്കൂർ. അപ്പോൾ ആ സമയത്ത് ആളുകളുണ്ടായി? ഇല്ല എല്ലാവരും ആ സമയത്ത് തന്നെ ചോറിൻ്റെ ടൈമല്ല, ഉച്ച ടൈമല്ല, ആ ടൈം ഭാഗമായിട്ടാണ്. ഏകദേശമൊക്കെ ഒരു തല്ലാജിൻ്റെ കടയാണ്, വലിയ ബിൽഡിംഗ് ആണ്. ചെമ്മാട്ടുകാരെ കട. ഇത്ര വലിയൊരു തീപിടുത്തം ഈ ഒരു മേഖലയിൽ ഉണ്ടാവും തോന്നുന്നു. എത്ര വലുത് ആദ്യമായിട്ടാണ്. ഒരു 20 മിനിറ്റായി തുടങ്ങിയിട്ട്. 20 മിനിറ്റായി. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കട ഉണ്ട്. അത് ഫ്രീസറിൻ്റെ കടയാണ്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ ബാങ്ക് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ തന്നെ ഒരു ഐസ്ക്രീം കട ഉണ്ട്. ഒരു ഉള്ളിൽ തിരൂരിൽ നിന്ന് വരണ്ടേ, അത്രയും ദൂരത്തു നിന്ന് വരണ്ടേ. മേഖലകളിലേക്കൊന്നും തീ പടർന്നിട്ടുണ്ടോ? അറിയുള്ളൂ, ഫുള്ള് പുകയാണ്, കാര്യം കഴിയില്ല. സമയത്ത് അത് ജീവനക്കാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ? ജോലിക്കാരുണ്ടാവും, ജോലി ഒക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. എല്ലാവരും പുറത്ത് ചാടിയിട്ടുണ്ട്. സ്മൃതി, അത് തന്നെയാണ്. 20 മിനിറ്റ് മുൻപാണ് ഇത്തരമൊരു തീപിടുത്തം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയൊക്കെ തന്നെ ഒഴിപ്പിച്ചു. പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരൂരിൽ നിന്നും ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അത് അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നഗരമധ്യമാണ് ഈ ഒരു മേഖല. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ തൊട്ടടുത്തൊക്കെ തന്നെയുണ്ട്. ചെമ്മാടിൻ്റെ പ്രധാനപ്പെട്ട മേഖല കൂടിയാണ്. തൊട്ടപ്പുറത്ത് നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ തീപിടുത്തം തുടർന്നാൽ മറ്റു തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ കാരണമാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. താഴെ തട്ടിൽ ഒരു ചിക്കൻ കടയുണ്ടായിരുന്നു. തൊട്ടുമുകളിൽ ടെക്സ്റ്റൈൽ പോലെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. അതിന് തൊട്ടുമുകളിൽ മറ്റു ചില കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ നിന്ന് മാറ്റിയതിനാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിരിക്കുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നിലവിലെ സാഹചര്യത്തിൽ കണക്കാക്കാൻ സാധിക്കും. കാരണം തീ ഇപ്പോഴും അണക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉൾഭാഗത്തെ തീ ആളിപ്പടരുന്നൊരു സാഹചര്യം കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് തീ ഇപ്പോഴും കത്തുന്നുണ്ട്. തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് മാത്രമാണ് നിലവിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഇത് അണക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഉൾഭാഗത്ത് ഇപ്പോഴും തീ പടരുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ കച്ചവടത്തിന് വേണ്ടിയൊക്കെ തന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണങ്ങളും സാധന സാമഗ്രികളൊക്കെ തന്നെ ഏറെക്കുറെ കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം ഇത് പൂർണ്ണമായും തന്നെ കത്തി നശിച്ചൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മുൻഭാഗമൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ കടയിലേക്കും തീ പടരുന്നൊരു സാഹചര്യമുണ്ട്. അതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. നമുക്കറിയാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഇപ്പോൾ തീ അണയ്ക്കുന്നുണ്ട്. അതുപോലെ ഈ തൊട്ടടുത്ത മേഖലകളിലേക്കും തീ പടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സാമഗ്രികൾ, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഇത് വളരെ വേഗത്തിൽ അണക്കാൻ സാധിക്കൂ എന്നുള്ളത്. കാരണം ഇലക്ട്രിക് കമ്പികൾ ഇതിന് മുൻപിൽ ഇപ്പോൾ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിന് മുൻപിലുണ്ട്. ഒരു പക്ഷേ അവയിലേക്കൊക്കെ തന്നെ തീ പടരുകയാണെങ്കിൽ വലിയ അപകടമുണ്ടാകും. ഇവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറ്റാൻ തിരങ്ങാടി പോലീസും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താനൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും അണക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. കാരണം ആ നിലയിൽ
ഇലക്ട്രിക് ഷോപ്പുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ അവയിൽ വിൽക്കാനായി കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ തീ പടർന്നാൽ അത് മറ്റു മേഖലകളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ അപകടമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത്തരം സംവിധാനം ഇവിടെ എത്തിക്കണമെന്നൊരു ആവശ്യം എന്തായാലും ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയൊക്കെ തന്നെ മാറ്റുന്നു. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ തന്നെ മാറ്റി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് ഫയർഫോഴ്സും എത്തിച്ചേർന്നു. നിരവധി നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം ലഭിച്ച നാട്ടുകാരിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതൊരു തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും താഴ്ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന നേരത്തെ പ്രദേശവാസികൾ പറഞ്ഞ ഒരു വിവരം മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ചിക്കൻ കടയായിരുന്നു താഴ്ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നത്. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽക്കൂരയൊക്കെ തന്നെ താഴേക്ക് അടർന്നു വീണെന്ന് നമുക്ക് കാണാം. കത്തി നശിച്ച നിലയിൽ അത് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമൊക്കെ തന്നെ ഇപ്പോഴും തീയണക്കാൻ സാധിച്ചിട്ടില്ല, കത്തുന്നുണ്ട്. മുകൾ ഭാഗത്ത് മറ്റൊരു സ്ഥാപനമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഭാഗം കത്തുന്നൊരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഉള്ളിൽ ഇപ്പോഴും തീ കത്തുന്നത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും തന്നെ ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൃത്യമായ നാട്ടുകാരുടെ ഇടപെടലിലൂടെ ജീവനക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ തിരൂരിൽ നിന്നും മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഒരു മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വളരെ വേഗത്തിൽ ഈ ഒരു തീ അണയ്ക്കാൻ സാധിക്കൂ. അല്ലാത്തപക്ഷം ഇത് കൂടുതൽ മേഖലയിലേക്ക് പടരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിന് തൊട്ടു പിൻഭാഗത്തും കച്ചവട സ്ഥാപനങ്ങളുണ്ട്. എപ്പോഴായിരുന്നു സംഭവം? ഇത് ഏറെക്കുറെ കത്തി 12 വ്യാപാര സ്ഥാപനത്തിന് തീ പിടിച്ചിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ആളുകൾക്കാർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. അടുത്തടുത്ത് വേറെ കെട്ടിടങ്ങളുണ്ട്. അവിടേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുബഷീർ, ഒരുപാട് കെട്ടിടങ്ങൾ തൊട്ടടുത്തായി ഉണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുണ്ട്? ഇപ്പോൾ മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇതിന് പിൻഭാഗത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ, ഇലക്ട്രോണിക് ഷോപ്പുകൾ, ഗോദ്രേജ് ഇൻസ്പയർ ഹബ് എന്നു പേരുള്ള ഇലക്ട്രോണിക് ഷോപ്പ് ഉൾപ്പെടെ ഇതൊരു പിൻഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്ക് ഉൾപ്പെടെ തീ പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അത് അണയ്ക്കാനുള്ള ശ്രമം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് നാട്ടുകാരുടെ ഒരു ഇടപെടൽ തന്നെയാണ്. അവർ ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇന്ന് സൺഡേ ആയതിനാൽ മിക്ക സ്ഥാപനങ്ങളും തുറന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ആളുകൾ വളരെ കുറവായിരുന്നു. ഒരു പക്ഷേ പ്രവൃത്തി ദിവസമായതിനാൽ വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തൊന്നും തന്നെ ഇപ്പോഴും തീ പൂർണ്ണമായും അണക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് തീ പടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു കെട്ടിടം ഏറെക്കുറെ കത്തി നശിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുൻഭാഗം, ഏറ്റവും താഴ്ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ചിക്കൻ കട പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. അതിൻ്റെ മേൽക്കൂരയൊക്കെ തന്നെ താഴ്ഭാഗത്തേക്ക് അടർന്നു വീണിട്ടുണ്ട്. അതിനോട് ചേർന്ന ചുമരിനോട് ചേർന്ന ഭാഗമൊക്കെ തന്നെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുണ്ടായിരുന്ന ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്നുണ്ട്. തീ അണയ്ക്കാനാണ്, വെള്ളം കുറയ്ക്കാനാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട യൂണിറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. എങ്കിലും വളരെ വേഗത്തിൽ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇവ അണയ്ക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതിനുള്ളിൽ ഇപ്പോഴും തീ പടരുന്ന സാഹചര്യം ഉണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ, ഒരു പക്ഷേ വിൽപ്പനക്കായി ഉൾപ്പെടെ എത്തിച്ച ഉപകരണങ്ങളൊക്കെ തന്നെ കത്തി നശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളും ചെമ്മാട്ടിലെ ആളുകളും നമ്മളോട് അത് തന്നെയാണ് വ്യക്തമാക്കിയത്. എന്തായാലും വലിയൊരു തീപിടുത്തം ചെമ്മാട് നഗരഹൃദയത്തിലുണ്ടായിരിക്കുന്നു. ആളുകൾ പൂർണ്ണമായി ഒരു മേഖലയിൽ ഇല്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി. എങ്കിലും നിരവധി ആളുകൾക്ക് ആശ്രയമായിരുന്ന കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാക്കി, അല്ലെങ്കിൽ കത്തി നശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവമായി ചെമ്മാട്ടയിൽ ഒരു തീപിടുത്തം മാറി എന്നുള്ളതാണ്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും തീ അണക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ മുകൾ നിലയിലേക്ക്, മറ്റൊരു കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറിക്കൊണ്ട് വെള്ളം ആ ഒരു മേഖലയിലേക്ക് ചീറ്റിക്കൊണ്ട് അത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ പുക വരുന്നത് കാണാൻ സാധിക്കും. തീ അണയാത്തത് കൊണ്ടാണ് ആ രീതിയിൽ
പുക വരുന്നത്, തീ കത്തുന്നതും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം നിലവിലെ സാഹചര്യത്തിൽ ഇവിടെയുള്ളത്, ഇതിന് തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, തൊട്ടപ്പുറത്ത് മദീന ട്രേഡ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്, അതിന് തൊട്ടുപുറത്തായി വിവോ എന്ന് പറയുന്നൊരു മൊബൈൽ ഷോപ്പുണ്ട്, ഇതിന് പിൻഭാഗത്തായി ഒരു ഇലക്ട്രോണിക് സ്ഥാപനമുണ്ട്. അത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ഇവയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവയുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ തീ പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ. അവ മറികടക്കാൻ അല്ലെങ്കിൽ അവയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കെട്ടിടങ്ങളിലേക്ക് ഉൾപ്പെടെ തീ പടർന്നാൽ വലിയ അപകടമുണ്ടാകും, അത് വലിയ അപായമുണ്ടാക്കും. ഈ മേഖലയിൽ മറ്റു തരത്തിലുള്ള ആളപായം ഒന്നും തന്നെ ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു അപായം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് നാട്ടുകാരെല്ലാവരും കൂടിയാണ്ട് ഇത് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെ സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചത് ഇവിടെ ഇപ്പോൾ ഉള്ളത്? ഒരു ബ്രോസ്റ്റിൻ്റെ ഷോപ്പുണ്ട്, പിന്നെ വേറെയും കുറേ ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ഉള്ളിൽ. പിന്നെ KSF ഫിനാൻസിൻ്റെ ഇതുണ്ട്. സൺഡേ ആയതിനാലൊന്നും തുറന്ന് ഷോപ്പിംഗ് ഒക്കെ കുറവാണെന്ന്. അപ്പോൾ നാട്ടുകാർ തന്നെ ഒന്നര സഹകരിച്ചാണ് നോക്കാൻ വെച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് സാധ്യത, വ്യക്തമായിട്ട് നമുക്കറിയില്ല. കാരണം മൊത്തത്തിൽ പോകുന്നതായിട്ട് കാണുമ്പോൾ ജനങ്ങളെല്ലാവരും കൂടി അമ്പരന്നിട്ടാണ് ഓടി ഇവിടെ എത്തിയത്. ആ സമയത്താണ് ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ്, ഞാൻ സിഗോ ബേക്കറിയാണ്, അവിടെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിന് മേലെ എന്ത് ചെയ്യുന്നത് ഈ പുക പൊന്ത കാണുന്നത്. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, അതോടുകൂടി എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങോട്ട് ഓടിയെത്തി. അങ്ങോട്ട് ഓടിയെത്തിയ സമയത്ത് മൊത്തത്തിൽ വെള്ളം. അപ്പോൾ പരാടുന്നതിനോട് വെള്ളം സപ്ലൈ ചെയ്യുന്ന, കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ടീമുണ്ട്. അവരുടെ ആശ്വാസമാണ് സ്റ്റാർട്ടിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയത്. കാരണം പോയത് ഫയർഫോഴ്സ് വേണ്ട രീതിയിൽ ആ സമയത്ത് തന്നെ എത്തിയതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഭാഗത്ത് വെള്ളം, നമ്മുടെ പരാടിൻ്റെ വെള്ളം എത്തിയത് കൊണ്ടാണ് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഞങ്ങളെല്ലാവരും കൂടി പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ വെള്ളം കൊണ്ടുവന്നു. അതെ, ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന, കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകൾക്കൊക്കെ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ടീമാണ്. അവരെന്ത് ചെയ്ത് എൻ്റെ ഷോപ്പിലേക്ക് വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്, നമ്മുടെ ബേക്കറിലേക്ക്. ഉടനെ അവനിങ്ങോട്ട് ഓടി, ബാക്കിൽ ഞങ്ങൾ ഓടി, എല്ലാവരും കൂടെ എന്ത് ചെയ്തു, സ്റ്റാർട്ടിങ് അത് നിർത്താൻ പറ്റി. തൊട്ടപ്പുറത്തെ കടയിലേക്ക് എത്തിയെന്ന് അറിയില്ല, ഉള്ളിലേക്ക് പോയാൽ ആ ഭാഗത്ത് ഞങ്ങൾ വെള്ളം അടിച്ചിരുന്നു. 2 വെള്ളത്തിൻ്റെ വണ്ടി ആ ഭാഗത്തും അടിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ. അതുകൊണ്ട് പടരാതെ കുറേയൊക്കെ ഒരു ആശ്വാസം എന്ന് പറയാം. കടകളും തുറന്ന് പ്രവർത്തിച്ചു ഇല്ല, ചില കടകൾ ഉണ്ടായിരിക്കാം, നമ്മൾ അറിയില്ല, ഇനി വന്നാലും അറിയാൻ പറ്റും. അടിയിൽ കടയുണ്ട്, ഈ കടയിൽ കോഴിക്കടയുണ്ട്, അത് തുറക്കും, സൺഡേ തുറക്കും, ഞായറാഴ്ച തുറക്കണം. സാഹചര്യത്തിൽ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം എന്തായാലും ഉണ്ടാകും. ആളപായം ഇല്ലാതെ കഴിച്ചില്ല, അതിന് വലിയ കിട്ടില്ല. സാധാരണഗതിയിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ്. സൺഡേ ആയതുകൊണ്ട് ആളപായം ഇല്ലെന്ന് വളരെ ഭാഗ്യമാണ്. അതായത് കടയിലൊക്കെ നല്ല ഒരു സംഖ്യൻ്റെ സാധനമുള്ളതാണ്, അത് രക്ഷപ്പെട്ടതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ഇടപെടലാണ്. ഈ ഒരു മേഖലയിലേക്ക് വെള്ളം വിതരണത്തിന് എത്തിച്ച ഈ പ്രദേശവാസികളായ ആളുകൾ ഈ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ വളരെ സജീവമായൊരു ഇടപെടൽ നടത്തുന്നു. ആ ഒരു വെള്ളവുമായി ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നു. തുടർന്ന് ഈ തീ അണക്കുന്നതിന് വേണ്ടി ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ മറ്റു മേഖലകളിലേക്കൊക്കെ തന്നെ ഈ തീ പടരാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു. ആദ്യഘട്ടത്തിലെ നാട്ടുകാരുടെ ആ ഒരു വളരെ കൃത്യ സമയത്തുള്ള ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഈ ഒരു മേഖലയിൽ നിന്നും ഒഴിവായത് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഭാഗത്ത് തീ പടരുന്നുണ്ട്. നാട്ടുകാർ കൃത്യമായ ഇടപെടൽ നടത്തി, രക്ഷാപ്രവർത്തനം നടത്തി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരൂരിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സ് യൂണിറ്റ് ഒരു മേഖലയിലേക്ക് എത്തി. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങളൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിൽ ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് വലിയ അപകടം ഒഴിവായത്, ആളപായം ഒഴിവായത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ അവധി ദിവസമാണ്. അല്ലാത്ത പക്ഷം നിരവധി ആളുകൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന മേഖലയാണിത്. ആളുകൾ ആശ്രയിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഞായറാഴ്ച ആയതിനാൽ ആളുകളൊന്നും തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും ഇവിടെ പ്രവർത്തിച്ചിരുന്ന KSF ഉൾപ്പെടെയുള്ള ഈ താഴെ തട്ടിൽ പ്രവർത്തിച്ചിരുന്ന ചിക്കൻ കട ഉൾപ്പെടെയുള്ള കടകളൊക്കെ തന്നെ അടച്ചിട്ടിരുന്നു. എന്നാൽ അതിനുള്ളിലുണ്ടായിരുന്ന പലതരത്തിലുള്ള വസ്തുക്കൾ വിൽപ്പനക്കായി എത്തിച്ച പലതരത്തിലുള്ള ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഷോപ്പ്, അല്ല ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ളിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസി നമ്മളോട് സൂചിപ്പിച്ചത് ഇപ്പോൾ ചെമ്മാട് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് നേരത്തെ നമ്മളോടൊരു വ്യക്തി വന്നത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഉണ്ടായത് ഈ വണ്ടിക്കാരാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് കുറേ ആശ്വാസം നമുക്ക് കിട്ടാൻ സാധിച്ചത്.
കാരണം വന്ന സമയത്ത് ഉടനെ തന്നെ ഇവിടെ വാട്ടർ സപ്ലൈ ഷോപ്പിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു, ഇത് അറിഞ്ഞുകൊണ്ട് നേരം ഇങ്ങോട്ട് ഞങ്ങൾ വരും, ഇങ്ങോട്ട് ഓടിയുള്ള തന്നെ ഇവിടെ നന്നായിട്ട് ചെറുത് കത്തി സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ വെള്ളത്തിനായി ഉപയോഗിക്കുന്ന വെള്ളം അവർ രണ്ട് വാഹനം അവർ രണ്ട് ഭാഗത്തുനിന്ന് ഓടിയെത്തി അവരാണ് സ്റ്റാർട്ടിങ് ചെയ്തത്. അതോടുകൂടി പിന്നെ നമ്മുടെ ഫയർഫോഴ്സ് എത്തി. വളരെ നല്ല രീതിയിൽ തന്നെ ഫയർഫോഴ്സും വേണ്ട രീതിയിൽ സമയത്ത് എത്തി. നമ്മുടെ CI സാറും എല്ലാവരും ഓടിയെത്തി. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തു. CI സാറും SI സാറും കംപ്ലീറ്റ് എല്ലാവരും ഇവിടെ എൻ്റെ പ്രദേശത്ത് അടുത്തുള്ള വാർഡ് മെമ്പേഴ്സും എല്ലാവരും ഓടിയെത്തി. മാക്സിമം വ്യാപാരി സൈകൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെല്ല വിഷയം ഇവിടുത്തെ ഈ സംരക്ഷണമാണ്. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചാൽ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താ? അതല്ലല്ലോ, ഇതാ ഞങ്ങൾ ഹാപ്പിയാണ് ശരിക്കും. കാരണം കത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസ കൊടുത്തെങ്കിലും മാറ്റാം. ജനങ്ങൾക്കൊന്നും സംഭവിച്ചില്ലോ എന്നുള്ള ആശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. വിൽക്കുന്ന വെള്ളം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചു. കുടിവെള്ളം ഞങ്ങളുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന കുടിവെള്ളം, എൻ്റെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന കുടിവെള്ളമാണ്. അവൻ ആ സമയത്ത് അവിടെ എൻ്റെ ഷോപ്പിൽ നേരെ ഓപ്പോസിറ്റിൽ ശരിക്കും നേരെ സീലിംഗ് കാണുന്നുണ്ട്. അതിൻ്റെ മേലെ പുകന്നായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആളുകളൊക്കെ ഇവിടെ പടർന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിയെത്തി. ആ കുടിവെള്ളം 2 വണ്ടി കുടിവെള്ളം ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വലിയൊരു നഷ്ടത്തിൽ നിന്നും വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങൾ വേണ്ടി ചോദിക്കുന്ന ഇവിടെ ഇപ്പോൾ പല കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു പറയാം. എന്തൊക്കെയായിരുന്നു പറയാം? ചിക്കൻ ഷോപ്പുണ്ട്, അതുപോലെ മിഠായി ഷോപ്പുണ്ട്, അതുപോലെ തന്നെ KSF ഉണ്ട്, ലൈറ്റിൻ്റെ LED ഷോപ്പുകളുണ്ട്, പിന്നെ ജിമ്മുണ്ട് മേലെ. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എല്ലാം അടച്ചു. അടച്ചല്ല ഈ ഷോപ്പ് എല്ലാം ക്ലോസ് ആയി. തീർച്ചയായും നാട്ടുകാർ പറയുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പണം ഉപയോഗിച്ചുകൊണ്ട് പല കടകളിലേക്ക് വിതരണം ചെയ്യുന്ന വെള്ളം, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ചെമ്മാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ആ ഒരു കുടിവെള്ളമാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചത്. ആളിപ്പടർന്ന ആ ഒരു തീ അണയ്ക്കുന്നതിന് വേണ്ടി കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യസമയത്തുള്ള ഇടപെടൽ നാട്ടുകാരുടെ നേതൃത്വത്തിലുണ്ടായി. തൊട്ടടുത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു മേഖലയിലേക്ക് ഫയർഫോഴ്സും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെത്തി. ഇപ്പോൾ അവരുടെ ഉൾപ്പെടെ നാട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ മുകൾ ഭാഗത്തെ തീയൊക്കെ തന്നെ അണക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കത് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചേർത്തുകൊണ്ടുള്ള ഒരു തീ അണയ്ക്കാനുള്ള നീക്കം നടത്തുമ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന അത്രത്തോളം നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുക. വീണ്ടും താഴ്ഭാഗത്തെ ഈ മേൽക്കൂരയൊക്കെ തന്നെ പൂർണ്ണമായി കത്തി നശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മുകൾ ഭാഗത്തെ ആ ചുമരിനോട് ചേർന്ന ഭാഗം ആ കമ്പിയൊക്കെ തന്നെ കാണുന്ന മേഖലയൊക്കെ തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. കത്തി കരിഞ്ഞ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. ഏറെ സങ്കടകരമായ കാഴ്ചയാണ്. കാരണം സാധാരണക്കാരായ നിരവധി മനുഷ്യർ അവരുടെ വരുമാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആശ്രയിച്ചിരുന്ന കച്ചവട സ്ഥാപനങ്ങളായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ചിക്കൻ കട പോലെയുള്ള, KSF പോലെയുള്ള, തൊട്ടുമുകളിൽ ടെക്സ്റ്റൈൽസ് പോലെയുള്ള ചെറിയ കച്ചവട സ്ഥാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥനെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണിത്. എന്തായാലും മറ്റ് അപകടങ്ങളില്ലാത്തത് നാട്ടുകാരുടെ ഇടപെടൽ മൂലം തന്നെയാണെന്നുള്ള പ്രത്യേകം നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ഭാഗത്തുള്ള ആളുകൾ, ബിൽഡിംഗ് ഓണർ ഇവിടെ ഉണ്ട്. മറ്റേ ഷോപ്പിൻ്റെ ആൾക്കാർക്കൊന്നും ലീവല്ലേ, അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളപായങ്ങളൊന്നുമില്ല, എന്നല്ല തീപിടുത്തം ഈ അടുത്ത ബിൽഡിങ്ങിലേക്കും വന്നിട്ടുണ്ടോ സംശയമുണ്ട്. ഫയർഫോഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റ് സങ്കടകരാക്കുന്നത് വലിയ പണത്തിൻ്റെ പൈസയുടെ ഒരു നഷ്ടം സംഭവിച്ചു. നല്ല എമൗണ്ടിൻ്റെ നാശനഷ്ടങ്ങളുണ്ടാവും. പരിക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് ഇത് സമാധാനിക്കാൻ കഴിയും. ചെമ്മാട്ടങ്ങാടീൻ്റെ ഹൃദയഭാഗമാണ്. വളരെ റഷാണ്. ഞാൻ ഈ ഷോപ്പിൽ വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം കാണുന്ന ഈ സംഭവം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ജിംനേഷ്യം എന്ന് പറയുന്ന ജിമ്മിൽ അതാണ് നിൽക്കുന്ന പൈമാരുണ്ട്. ഞങ്ങളെല്ലാം കൂടി ആദ്യം ബാത്റൂമിൽ വെള്ളം കൊണ്ടുകൊണ്ട് ഒഴിച്ചിട്ട് ഭയങ്കര ഒരു ഫോഴ്സ് ആയിട്ട് തീ കണ്ടിട്ട് ആളിപ്പോൾ നമ്മളൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തപ്പോഴാണ് ഇവിടെ എത്തിനാടി നമ്മളെ SI വിളിച്ച് അങ്ങനെ ഫയർഫോഴ്സ് വിളിച്ച് വരുത്തിയത്. ആദ്യം നമ്മുടെ ഗോൾഡൻ ജിംനേഷ്യം ചെമ്മാടുള്ള അത് ജിംനേഷാണ്. അവിടുത്തെ എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ഇതാക്കി. മലപ്പുറത്ത് ചെമ്മാടുണ്ടായ വലിയ തീപിടുത്തമാണ്. ഒരു വ്യാപാര സ്ഥാപനം അങ്ങനെ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം. ചുറ്റുവശത്തുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനത്തിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നു. ആളുകൾക്ക് പരിക്കില്ലാതെ ഈ അപകടം ആളുകൾക്ക് പരിക്കില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. വലിയ രൂപത്തിൽ തന്നെ ആ കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.